ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക്. ഞാൻ സത്യനാരായണ, സ്വദേശം കാസർഗോഡാണ്. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. അപ്പോൾ മൂന്നിൻ്റെയും ആശംസകൾ ഞാൻ അറിയുകയാണ്, ഒന്നിച്ചറിയുകയാണ്. ഓക്കെ, അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2019 അതിനുശേഷമാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ചാനൽ മൊനോപ്പൊലിയാണ്. മൊനോപ്പൊലി എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു ചാനൽ ഇതേപോലെ ഒരു ചാനലില്ല. കാരണം 2023 കഷണ്ടി ആയിരുന്ന ആൾക്കാർ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴോ വിഷു ആഘോഷിക്കുമ്പോഴോ നിങ്ങൾ കഷണ്ടി ആയിരിക്കാം. പക്ഷേ 2024 മുടി വന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഫ്രം ദ ബിഗിനിങ് ഇഷ്ടംപോലെ ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് വന്നു. അങ്ങനെ ഇപ്പോൾ കുറേ ആൾക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ സ്നേഹമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ചാനലിൻ്റെ ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കുക. എന്നാൽ ഞാൻ സർജറി ചെയ്തിപ്പോൾ 5 വർഷത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2019 ഒക്ടോബറിലാണ് സർജറി ചെയ്തത്. ബിഫോർ സർജറി ഇങ്ങനെ ഉണ്ടായിരുന്നു. യു ക്യാൻ സീ ദിസ്. 2 പ്രാവശ്യമാണ് സർജറി ചെയ്തത്. ആദ്യം ഞാൻ സർജറി ചെയ്ത പൂനെയിലാണ്, പിന്നെ സെയിം ക്ലിനിക്ക് കൊച്ചിയിൽ വന്നു, സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം. അങ്ങനെ 2ാമത്തെ സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു. ഇപ്പോൾ അതേ ക്ലിനിക്ക് തിരുവനന്തപുരത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ഹാപ്പിയാണ്. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ. കാരണം ഒരു യുവാവിൻ്റെ സ്വപ്നം അദ്ദേഹം എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അദ്ദേഹത്തിന് തലയിൽ മുടി വന്നു. കാരണം 2021 തൊട്ട് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്ത വ്യക്തി, 2021 എന്നെ കോൺടാക്ട് ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, പരിഹരിച്ചു, എൻ്റെ വീഡിയോ കണ്ടു. അതിനുശേഷം പുള്ളി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആഗ്രഹം. ഒരു പ്രോബ്ലം എന്നുള്ളത് സാമ്പത്തികം തന്നെയാണ്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് റാസി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം സ്വദേശം ചേർത്തല തുരവൂരാണ്. അവിടെ ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യനാണ്. വളരെ സാധാരണക്കാരനായ ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ 2021 അദ്ദേഹത്തിൻ്റെ പ്രായം 25 വയസ്സാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ആ സമയത്ത് എനിക്ക് അയച്ചു കാണുമ്പോൾ ആർക്കും വിഷമം തോന്നിപ്പോൾ 25 വയസ്സിലൊരു പയ്യൻ ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെൻഷൻ നമുക്ക് പറയണമെന്നില്ല, അറിയാൻ പറ്റും. കാരണം ഒരു 45 വയസ്സിൻ്റെ ലുക്കിൽ അദ്ദേഹം നിൽക്കുക. കാരണം ഫാമിലി, അതായത് സാധാരണ ചെറിയ ജോലിയുള്ളൂ, കല്യാണം കഴിക്കണം, ഇങ്ങനെ പല ടെൻഷൻസ് ഉണ്ടാവാം. കാരണം ആ ഒരു കഷണ്ടി തല വെച്ചിട്ട് ഒരാളെ ഫേസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ആൾക്കാർ പറയും തലയിൽ മുടിയില്ലെങ്കിൽ എന്താ പ്രശ്നം, പക്ഷേ എനിക്ക് പറ്റില്ല. പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. നമുക്കൊരു ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടാവും. ആ ഒരു ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സാമ്പത്തികമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പക്ഷേ 2023 അദ്ദേഹം സർജറി ചെയ്തു. സർജറി ചെയ്യുന്നതിനായിട്ട് മുമ്പ് അദ്ദേഹം കഴിഞ്ഞ പെരുന്നാളിന് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ മെസ്സേജ് ഞാൻ കാണിക്കാം, സ്ക്രീൻഷോട്ട് കാണിക്കാം. അതായത് അദ്ദേഹം പറഞ്ഞ എത്രയോളം, അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ എൻ്റെ തലയിൽ മുടി ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരും. കാരണം ആ ഒരു കോൺഫിഡൻസ് വന്നത് ഹെയർ ട്രാൻസ് സഫാരി എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും അദ്ദേഹം 2023 സർജറി ചെയ്തു. സർജറി ചെയ്യുന്ന സമയത്ത്, സർജറി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു 6-7 മാസം മുന്നേ അദ്ദേഹം കൺസൾട്ടേഷന് പോയതാണ്. ഡോണർ ഏരിയ അത്ര സ്ട്രോങ് അല്ല. ഡോണർ ഏരിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണുമ്പോൾ ഡോണർ ഏരിയ ഉണ്ട്, പക്ഷേ ആ ഡോണർ ക്വാളിറ്റി വളരെ തിന്നാണ്, സോഫ്റ്റ് ഹെയർസാണ്. അങ്ങനെ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു 6-7 മാസം അണ്ടർ മെഡിസിൻ ആയിരുന്നു. ഡോണർ ഏരിയ ഒന്ന് സ്ട്രോങ് ആക്കി. കാരണം ഡോണർ ഏരിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സ്ട്രോങ് ആവാറുണ്ട്. പല ആൾക്കാർക്ക് അങ്ങനെ വന്ന ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ ഡോണർ ഏരിയ സ്ട്രോങ് ആക്കിയിട്ടാണ് അദ്ദേഹം സർജറി ചെയ്തത്. സർജറി ചെയ്ത ഇമീഡിയറ്റ് ഫോട്ടോസ് കാണിക്കാം. റിയൽ ടൈം എഫിയിലാണ് അദ്ദേഹം സർജറി ചെയ്തത്. റിയൽ ടൈം എഫി എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് എടുക്കുന്നു, സൊല്യൂഷന് ജസ്റ്റ് വാഷ് ചെയ്യുന്നു, ഇമീഡിയറ്റ്ലി ഇംപ്ലാന്റ് ചെയ്യുന്നു. ആ ഒരു ടെക്നിക്കിലാണ് സർജറി ചെയ്തത്. 3000 ഗ്രാഫ്റ്റാണ് സർജറി. ഇച്ചിരി ഹെയർ ലൈൻ ഇച്ചിരി കയറ്റി ചെയ്യുന്നത്. കാരണം ഒരുപാട് വലിയ തലയാണ്, അതായത് നെറ്റി തന്നെ നല്ല സൈസാണ്. അതേപോലെ തന്നെ ക്രൗൺ ഏരിയയിൽ അദ്ദേഹത്തിന് റൂട്ട്സ് ഉണ്ടായിരുന്നു. മെഡിസിൻ കൊണ്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ 3000 ഗ്രാഫ്റ്റ് സർജറി ചെയ്ത് ചെറിയൊരു ഹെയർ ലൈൻ കയറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2024 പെരുന്നാളാകുമ്പോൾ അദ്ദേഹം സർജറി ചെയ്തിട്ട് ഏകദേശം 8 മാസത്തോളം ആവാൻ പോവുകയാണ്. സീ ദ റിസൾട്ട്സ്. അതിൻ്റെ ഫോട്ടോ നോക്കുക, റിസൾട്ട്സ് നോക്കുക. ഈസ് വെരി ഹാപ്പി. 2024 പെരുന്നാൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. സീ ദ മെസ്സേജ്. കാരണം 2023 അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുടി വരും, തീർച്ചയായും വരും. 2024 ഇത് വന്നു കഴിഞ്ഞു. എന്തായാലും അദ്ദേഹം നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഓട്ട്. ഹായ് ഗൈസ്, എൻ്റെ പേര് മുഹമ്മദ് റാസി എന്നാണ്. ഞാൻ ചേർത്തല തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുവാണ്. ഞാനിങ്ങനെ 2018 മുതൽ ഞാനിങ്ങനെ ഒരു 5 വർഷമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു ക്ലിനിക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്ലിനിക്കിൽ ഇങ്ങനെ പോയി അന്വേഷിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആകാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാതെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കണായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ലാഡൻ സിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കിനെ കുറിച്ച് നമ്മളിങ്ങനെ അറിയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും നല്ല ചെയ്തിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നു പറഞ്ഞിട്ട് നമ്മളത് തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ അവിടെ പോയിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഒരു 2 hours നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടറിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റഷ് കണ്ടപ്പോൾ നമുക്കൊരു ഹോപ്പായി. കാരണം നല്ലൊരു റിസൾട്ടുള്ള ക്ലിനിക്ക് ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കണമെന്ന് മനസ്സിലായി.
അങ്ങനെ ഫണ്ട് ഇഷ്യൂള്ളതുകൊണ്ട് ഞാനൊരു 6 to 7 months കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു റിയൽ ടൈം FEV എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഏതൊരു സെലിബ്രിറ്റിക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം എടുക്കുന്ന ഗ്രാഫ്റ്റ് അവരപ്പം തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റിന് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീക്കർ ഡോണർ ഏരിയ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മളത് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു എമൗണ്ട് കൂടുതലാണെങ്കിൽ ഞാൻ അത് ഫിക്സ് ചെയ്ത് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഞാനൊരു 6 to 7 months കഴിഞ്ഞിട്ട് ഫണ്ട് റെഡിയാക്കിയിട്ട് നമ്മളത് പോയിട്ട് ചെയ്തു. അപ്പോൾ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഒരു 7 months ആയി ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വീക്കർ ഡോണർ ഏരിയ നിങ്ങളത് റിയൽ ടൈം FEV തന്നെ സഫയർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. PRP പിന്നെ നമ്മൾ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീക്കർ ഡോണർ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ റിയൽ ടൈം FEV ചെയ്തിട്ട് PRP ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. റാസിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടു, ഹെയർ കണ്ടു. ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റിലൂടെ മാത്രം സംഭവിച്ചൊരു സംഭവമാണ്. അതേപോലെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്, മെഡിസിൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ വീക്കായിരുന്നു. ക്രൗൺ ഏരിയയിൽ ഇച്ചിരി കുറച്ചുകൂടി ഡെൻസിറ്റി വരാനുണ്ട്. അത് മെഡിസിൻസ് ആയിരിക്കും വരിക. എന്തായാലും തീർച്ചയായും റാസിയെ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് റാസികളുണ്ടാവുക, ഇവർ കഷൻ്റെ ജീവിതം നയിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുക. ഓക്കെ, എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു സയൻസാണ്. വളരെ ശ്രദ്ധയോട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് ചെയ്യുന്ന ആ ഒരു ക്ലിനിക്കും ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഡോക്ടറും ആ ടീമും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരിക്കലും സർജറിയിലോട്ട് പോകരുത്. കാരണം സർജറി ചെയ്യാൻ അറിയാത്ത പല ഡോക്ടർമാരും ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഡോക്ടർക്ക് ഡിഗ്രി ഉണ്ടാവാം, പക്ഷേ പണി അറിയുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ആ ഡിഗ്രി നോക്കിയിട്ടായിരിക്കും പോവുക. പക്ഷേ ആ ഡോക്ടർ സർജറി ചെയ്യാൻ അറിയുമോ, അതേ റിസൾട്ട് കൊടുത്തിട്ടുണ്ടോ, പല സെഗ്മെൻറ്റ് പല റിസൾട്ട്സ് നോക്കിയിട്ടേ നമ്മൾ പോവാവും, അല്ലാതെ ഒരിക്കലും പോകരുത്. അതേപോലെ റാസിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളൊരു മനുഷ്യനാണ്. അതിന് ഒരു ചിത്രം, ഡോക്ടർ ജാദവിൻ്റെ ചിത്രം അദ്ദേഹം തൻ്റെ കഴിവുകൊണ്ട് വരച്ചിട്ട് അതിന് സാറിന് സമ്മാനിച്ചു. എന്നാൽ സമ്മാനിച്ച ആ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. സീ ദിസ്. ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. ഒരുപാട് കഴിവുകളുള്ള യുവാക്കളും നമ്മളിടയിലുണ്ട്. എന്തായാലും കഷണ്ടി മൂലം അവരുടെ ആ കഴിവുകളും അവരുടെ ആ ഒരു സന്തോഷവും നശിക്കരുത്. അതിനു വേണ്ടി മാത്രമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന ചാനൽ നിലനിൽക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹെയർ ട്രാൻസ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അത് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ വിളിക്കുക. തീർച്ചയായിട്ടും സമയം കിട്ടും, റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ വെരി സൂൺ. താങ്ക് യു വെരി മച്ച്. Bye.